നമസ്തേ. ഇവരെ തിരിച്ചറിയുക. മേടമെത്തുമ്പോൾ വിഷുവിനെതിരെ, കർക്കിടകമെത്തുമ്പോൾ രാമായണ പാരായണത്തിനെതിരെ, ചിങ്ങമെത്തുമ്പോൾ തിരുവോണത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കുമെതിരെ, കന്നി എത്തുമ്പോൾ വിജയദശമിക്കെതിരെ, തുലാമാസം എത്തുമ്പോൾ ദീപാവലി നാളിൽ ദീപം കൊളുത്തുന്നതിനും പടക്കം പൊട്ടിക്കലിനുമെതിരെ, വൃശ്ചികമെത്തിയാൽ സ്വാമി അയ്യപ്പനെതിരെ, മകരത്തിൽ മകരവിളക്കിനെതിരെ, കുംഭത്തിൽ ശിവരാത്രിക്കെതിരെ. ഇത്തിരി പരിഹാസം എഴുതിയാലേ ഇവിടെ മതേതരൻ എന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. പോരാ, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിക്കുന്ന അമൃതാനന്ദമയ്യെ കടപ്പുറം സുധാമണി എന്ന് വിളിക്കണം. ആർട്സ് ഓഫ് ലിവിംഗ് ഗുരുജിയെ ശ്വാസം വിടൽ സ്വാമി എന്ന് വിളിക്കണം. സത്യസായിബാബയെ തട്ടിപ്പുകാരൻ എന്ന് വിളിക്കണം. ജഗ്ഗി വാസുദേവനെ കൊലപാതകി എന്ന് വിളിക്കണം. പതഞ്ജലിയെ കള്ളൻ എന്ന് വിളിക്കണം. ടാറ്റയെ ഡ്രാക്കുള എന്ന് വിളിക്കണം. അംബാനിയെ അലവലാതി എന്ന് വിളിക്കണം. സുരേഷ് ഗോപിയെ ചാണകം എന്ന് വിളിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ മതേതരനാകും. അതിലേറെ വിചിത്രം, ഇതൊക്കെ ചെയ്യുന്നവർ പല ക്ഷേത്ര കമ്മിറ്റികളിലും സജീവ സാന്നിധ്യം ഉറപ്പാക്കുകയും ഈ വിധം പരിഹസിക്കുന്നവരെ ഉത്സവാഘോഷങ്ങളിൽ ഇരുത്തി പ്രസംഗിപ്പിക്കുകയും ചെയ്യും എന്നതാണ്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്നും ക്ഷേത്രത്തിൽ കപ്പ നട്ടാൽ ഒരു നേരത്തെ വിശപ്പെങ്കിലും മാറിക്കിട്ടുമെന്നും കല്ലിനോട് പ്രാർത്ഥിച്ചാൽ മനുഷ്യരുടെ പ്രശ്നം മാറുമോ എന്ന് ചോദിക്കുന്നവർ ഭരണ നോമിനിയിലൂടെ ദേവസ്വം മന്ത്രിയായും ചെയർമാനായും ദേവസ്വം ബോർഡ് മെമ്പറായും ക്ഷേത്രങ്ങളിലെ കമ്മിറ്റിക്കാരായി ഇരിപ്പുറക്കുകയും ചെയ്യും. ഇവന്മാർക്ക് ക്ഷേത്രത്തിൽ ഓം എന്നെഴുതിയാൽ പ്രശ്നം, കാവിധ്വജം കണ്ടാൽ പ്രശ്നം, ആചാരങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടാൽ പ്രശ്നം, രാമനാമം ജപിച്ചാൽ പ്രശ്നം, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചാൽ പ്രശ്നം, ഗണപതി ഹോമം അവരവന്റെ സ്കൂളിൽ നടത്തിയാലും പ്രശ്നം, ക്ഷേത്രത്തിൽ ഭഗവത്ഗീത പഠനം നടത്തിയാലും പ്രശ്നം. ഹിന്ദുക്കൾ ആരെയും ഉപദ്രവിക്കാതെ, ആരുടെ ആരാധനാമൂർത്തികളെയും പരിഹസിക്കാതെ, ആരെയും നരകത്തിന്റെ അവകാശികളാണ് എന്ന് മുദ്രകുത്തി അപമാനിക്കാതെ, ഈ മതം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയാതെ, എല്ലാവരെയും ഈ സ്വമതക്കാരാക്കി മാറ്റാൻ യുദ്ധം ചെയ്യാതെ ജീവിക്കുന്നുവെങ്കിലും ഇവരുടെ പ്രശ്നം ഓരോ ഹിന്ദുവും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലോ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലോ മാത്രമേ പ്രവർത്തിക്കാവൂ. പലരും അത് ചെയ്യുന്നില്ല എന്നതാണ്. ആ കാരണത്താലാണ് ഇവർ ഒരു തെറ്റും ചെയ്യാതെ നിരുപദ്രവകാരികളായ ഹിന്ദുക്കളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതിരോധിച്ചാൽ, ഇതിനെ ചോദ്യം ചെയ്താൽ അവരെ വിളിക്കുന്ന പേരാണ് ഹിന്ദുത്വ വർഗീയവാദികൾ. സത്യത്തിൽ ഇവിടെ ആരാണ് യഥാർത്ഥ വർഗീയവാദികൾ? ആരാണ് തീവ്രവാദികൾ? ഇടുക്കി ജനറേറ്റിൽ നിന്നും നേരിട്ട് ഷോക്ക് നൽകിയാലും ഇത്തരക്കാരുടെ മാനസിക രോഗം മാറുകയില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനവർ സ്വയം വിശേഷിപ്പിക്കുന്നത് മതേതരത്വം, രാഷ്ട്രീയ പ്രബുദ്ധത, നവോത്ഥാനം, മാനവികത. കഷ്ടം തന്നെ കഷ്ടം. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഹിന്ദു. നമോ വാഗ.